സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ജസ്ന വന്നിട്ടുണ്ട്, വീണ്ടും ജസ്ന വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം ജസ്ന പറഞ്ഞിരിക്കുന്നത് എന്താണെന്നല്ലേ, പ്രധാനമന്ത്രിക്ക് ഞാൻ ഒരു ചിത്രം കൊടുത്തിരുന്നു. നമ്മുടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് ഒരു ചിത്രം കൊടുത്തിരുന്നു. ആ ചിത്രം കൊടുത്തതിൽ പിന്നെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള കഷ്ടകാലമാണ്. കാരണം ഇവിടെയുള്ള കുറേ അസൂയാലുക്കളുണ്ട്. അതായത് ഈ BJP-യിലും RSS-ലും എന്ന് പറഞ്ഞാൽ കുറേ അസൂയാലുക്കൾ. ഇവറ്റകളെന്ന് പറഞ്ഞാൽ വളരാത്തത് കൊണ്ട് എന്നോട് ഭയങ്കര അസൂയാണ്. എല്ലാ കാര്യത്തിനും എന്നെ വിമർശിക്കുന്നു. എനിക്കാണെങ്കിൽ എനിക്ക് എല്ലാ നേതാക്കന്മാരുമായിട്ട് ഇപ്പോഴും നല്ല ബന്ധമുണ്ട്. സുരേഷ് ഏട്ടനുമായിട്ട് നല്ല ബന്ധമുണ്ട്, കുമ്മനം രാജശേഖരനുമായിട്ട് നല്ല ബന്ധമുണ്ട്, അതുപോലെ തന്നെ MD രമേശ് ഏട്ടനുമായിട്ട് ബന്ധമുണ്ട്. പിന്നെ ബന്ധമില്ലാത്തതെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള കുറേ കൂതറകളായിട്ടുള്ള ഈ ചില ടീമുകളില്ലേ, അവരുമായിട്ട് മാത്രമേ എനിക്ക് ബന്ധമില്ലാണ്ടുള്ളൂ. അതായത് ഇവർക്കൊക്കെ അസൂയാണ്. ഇതിൻ്റെ അകത്ത് വരുന്ന ചില സ്ത്രീകളുണ്ടല്ലോ, അവർക്കൊക്കെ അസൂയാണ്. അല്ല, എനിക്കൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ജസ്ന എന്ന് പറയുന്ന സ്ത്രീയെ എടുത്ത് തലയിൽ വെച്ചത് എനിക്ക് തോന്നുന്നത് ഇവിടെയുള്ള നമ്മുടെ എന്താ പറയേണ്ടത് ഈ RSS BJP പ്രവർത്തകരാണ്. ഇപ്പം അവർക്ക് പോലും വേണ്ട എന്നാണ് ജസ്ന തന്നെ പറയുന്നത്. ഏതായാലും ജസ്ന പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അതിനുശേഷം നമുക്ക് കുറച്ചുകൂടി അങ്ങ് സംസാരിക്കാനുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. അനുഭവം വെച്ചിട്ട് ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ടിട്ട് എൻ്റെ കഷ്ടകാലം തുടങ്ങിയെന്ന് പറയാം. പിന്നീട് സത്യം പറയാലോ, ഈ BJP-ക്കാരും RSS-കാരും തന്നെയുണ്ടായിരുന്നു എന്നെ ജയിക്കാൻ സമ്മതിച്ചിട്ടില്ല എന്ന് ഞാൻ പറയാം. കുറേ BJP-യിലും RSS-ലും ഒക്കെ ഉള്ള ആൾക്കാർ നിരന്തരം എന്നെക്കുറിച്ച് വീഡിയോസ് ഇട്ടിട്ട് ചെയ്യാത്ത തെറ്റിന് പൈ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞല്ലോ, വിഷുക്കണി ഒരുക്കിയത് ആരോ കണി ഒരുക്കി, അതെൻ്റെ പേരിലേക്ക് എടുത്തിട്ട് അതിനെക്കുറിച്ചൊരു പോസ്റ്റ് ശശികല ടീച്ചർ ഇട്ട്. അപ്പം ഞാൻ ശശികല ടീച്ചറെ വിളിച്ച് പറഞ്ഞു, ടീച്ചറെ ഞാനൊന്നല്ല കണി ഒരുക്കിയത്, ആരോ കണി ഒരുക്കിയെടുത്ത് ഞാനൊരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത്രമേലേ വിചാരിച്ചിട്ടുള്ളൂ, കണ്ണനെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല, എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്ന്. അപ്പോൾ ചിലർ ചോദിക്കും, ഭക്തി എന്തിനും മറ്റുള്ളവരെ കാണിക്കണമെന്ന്. അങ്ങനെ മറ്റുള്ളവരുടെ അടുത്ത് കാണിക്കാൻ വേണ്ടി എൻ്റെ മതത്തിൽ അത്രമേൽ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ അത് അവർ കാണുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അവർക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകാൻ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമേ ഞാനത് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതിനെയൊക്കെ നെഗറ്റീവ് ആക്കിയിട്ട് ഇവർ ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യകാലത്ത് നിങ്ങൾ ഈ കണ്ണന്റെ പടം വരയ്ക്കാൻ തുടങ്ങുന്നു, ഇങ്ങനെ നിങ്ങളുടെ മതത്തിലാണ് തള്ളപ്പെടുന്നത്, അപ്പൊ വലിയ സ്വീകാര്യതയായിരുന്നു അല്ലേ? ഇപ്പൊ RSS-ന്റെ നേതാക്കളായാലും അല്ലെങ്കിൽ പ്രവർത്തകരോ BJP-ക്കാരൊക്കെ വലിയ രീതിയിൽ സ്വാഗതം ചെയ്തു ഇല്ലേ? പിന്നീട് അത് എന്താണ് ഈ കൈവിടാനുള്ളൊരു കാരണം? അവർ പൂർണ്ണമായും നിങ്ങളെ തള്ളി പറയാനുള്ള കാരണം? ഞാനൊരു കാര്യം പറയട്ടെ, ഈ RSS BJP എന്ന് പറയുമ്പോൾ ഇപ്പോഴും എനിക്ക് നല്ല സൗഹൃദങ്ങളുണ്ട് നേതാക്കന്മാരുമായിട്ട്. ഇപ്പം സുരേഷ് ഗോപി ആണെങ്കിൽ എനിക്ക് നല്ല സൗഹൃദമാണ്, അതേപോലെ MT രമേശ് ഏട്ടന്, അങ്ങനെ പിടിച്ചിട്ട് എനിക്ക് ഒരുപാട് ആൾക്കാർ, കുമ്മനം രാജശേഖരേട്ടൻ, ഇവരൊക്കെ ആയിട്ട് നല്ല ബന്ധത്തിലാണ്. ഈ RSS-ന്റെ BJP-ന്റെ നേതാക്കന്മാരല്ല എന്നെ ഇതാക്കുന്നത്, അണികളെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഞാൻ RSS-കാരിയാണ് അല്ലെ ഞാൻ BJP-കാരിയാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഇവരാണ് എന്നെ ഉപദ്രവിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഇവിടെ വീടിന് മുമ്പിൽ ആദ്യം ഓടി എത്തിയത് ഈ അടുത്തുള്ള BJP ആൾക്കാർ തന്നെയാണ്. അപ്പൊ എനിക്ക് അങ്ങനെ നേതാക്കന്മാരുടെ അടുത്ത് നിന്ന് ഇതുവരെ എന്നോട് ഒരു മുഷിപ്പ് രീതിയിൽ ഇതുവരെ എന്നോട് സംസാരിച്ചിട്ടില്ല. പക്ഷെ RSS-ഉം BJP ആണ് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ച് വ്യക്തികളുണ്ട്. അവർ നിരന്തരം എന്നെക്കുറിച്ച് പോസ്റ്റ് ഇട്ട് ഇല്ലാത്ത കാര്യങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞ് ഞാൻ തെറ്റുകാരിയാണ് എന്ന് വരുത്തി തീർക്കണമെന്നുള്ള വാശിയോടുകൂടെ നടക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ പറഞ്ഞില്ല, അത് ഇവർക്ക് ആർക്കും ഇഷ്ടമായില്ല പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുത്തത്. ആർക്കും കിട്ടാത്തൊരു സൗഭാഗ്യം എനിക്ക് കിട്ടി. അപ്പൊ അവരൊക്കെ പറയുന്നത് പ്രധാനമന്ത്രിക്ക് കാണാനല്ലേ ഇപ്പൊ, അത് ഞങ്ങൾക്കൊണ്ടും പറ്റും. പക്ഷെ പറ്റുന്നവർ പറയുന്നേ ഉള്ളൂ, അവരിതുവരെ പോയിട്ടില്ല. അതിന്റെ നമ്മുടെ നാട്ടിൻപുറത്ത് പറയാച്ച കുശുമ്പ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കുറച്ച് സ്ത്രീകൾ ഉള്ളത് പറയാലോ, BJP ആണ് RSS ആണെന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്ത്രീകൾ നിരന്തരം നമ്മളിപ്പോ ഞാൻ പറഞ്ഞല്ലോ, എനിക്കിപ്പോ ഒരു തെറ്റ് പറ്റി എന്ന് ഞാൻ തുറന്നു പറയുന്നു, ആ തെറ്റ് തിരുത്താൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ അവർക്ക് തെറ്റ് പറ്റിയല്ലോ, ആ പറ്റി അവർക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞു ഞാൻ അതുമേൽ ഇങ്ങനെ ചൊറിഞ്ഞ് ഞാൻ മോശക്കാരിയാണ് എന്ന് അവരങ്ങ് തീരുമാനിച്ചത്. അവർക്കത് അങ്ങനെ ആവാവോ എന്ന്. ചില കരച്ചിൽ കേൾക്കാൻ ഒരു സുഖാന്ന്. കാരണം ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ കൃഷ്ണനെയൊന്നും അങ്ങനെ പറ്റിക്കാൻ കഴിയില്ല.
കൃഷ്ണന് കൃത്യമായിട്ട് അറിയാം ആരാണ് നല്ല ഭക്തര്, ആരാണ് കപട ഭക്തര്, ആരാണ് എന്നെ വെച്ച് പൈസ ഉണ്ടാക്കാൻ വരുന്നത് എന്നൊക്കെ എന്ന് പറഞ്ഞാൽ കൃഷ്ണന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടല്ലേ പണ്ട് പാടീന്, അതായത് പിന്നെ മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പു കയറ്റുന്നതും ഭവാൻ, 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. അപ്പോൾ ഇങ്ങനെ പാടിയത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ത്രീക്ക് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായിരിക്കുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നത് പോലെ കുറച്ച് RSS BJP ആയില്ല കുറച്ച് സ്ത്രീകളെ, അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് അസൂയാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ ഈ പിന്നെ നേതാക്കന്മാരൊക്കെ കാണുന്നു, അതുപോലെ നേതാക്കന്മാരും ഒക്കെ ആയിട്ട് നല്ല കമ്പനി അടിക്കുന്നു, ഇതൊക്കെ കാണുമ്പോഴേ അതായത് ചെറിയൊരു അസൂയൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഇവർ ഇപ്പോഴും പറയുന്നത് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP RSSകാർ തന്നെയാണ്. ഇവരെ മുകളിലെടുത്ത് വെച്ചതും അവർ തന്നെയാണ്. അതായത് തട്ടമിട്ട ഒരാൾ വരുന്നു, ആ ഒരു മതത്തിനെ, ഇസ്ലാം മതത്തിനെ കുറ്റം പറയുന്നു. ഇത് കണ്ടപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്താൽ മുന്നിൽ നിർത്തി നമുക്ക് കളിക്കാം. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴേ ഇവരുടെ തലയിലേക്ക് കയറാൻ തുടങ്ങി. അപ്പോഴാണ് ഇവരൊരു കടിഞ്ഞാണിട്ടത്, ഇനി വേണ്ട, അതായത് ഇവിടെ കിടന്ന് കളിച്ചാൽ മതി, നമ്മുടെ തലയിൽ കയറിയിട്ട് കളിക്കണ്ട എന്നുള്ള ഇതിൽ. ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും പറയുകയാണ്, അതായത് ഈ സ്ത്രീ കാണിച്ചു കൂട്ടിയത് ഇവർക്ക് വേണമെങ്കിൽ, ഇവർക്ക് ആരുടെയും സഹായമില്ലാതെ ഇവർക്ക് കൃത്യമായിട്ട് വേണമെങ്കിൽ ഗുരുവായൂർ വരാമായിരുന്നു, അവിടെ വന്നിട്ട് തൊഴാമായിരുന്നു, ഒരാൾ പോലും നോക്കത്തില്ലായിരുന്നു. പക്ഷേ അന്നേരം ബിസിനസ് നടക്കൂലട്ടാ. ബിസിനസ് നടക്കണമെങ്കിൽ, ഇതുപോലെ കുറേ എണ്ണത്തിനെ പറ്റിക്കണമെങ്കിൽ അതിനൊരു കഴിവ് തന്നെ വേണം. ആ ഒരു കഴിവ് ശരിക്ക് വിനിയോഗിച്ചിട്ടില്ലെങ്കിൽ ഒരാളെ പോലും നമുക്ക് പറ്റിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആദ്യം എറിയേണ്ട സ്ഥലത്ത് തന്നെ എറിഞ്ഞത്. അതിനുശേഷമാണ് ഇവർക്ക് തോന്നിയത് കുറച്ചും കൂടി ബാറിൽ എറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി പൈസ ഇങ്ങോട്ട് പോരുന്നത്. അതാണ് ഇവർക്ക് അബദ്ധമായത്. അതായത് ചെറിയ തോതിൽ ഈ സംഖ്യകൾ ഇങ്ങനെ പറ്റിച്ചുകൊണ്ട്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളാണ് ഭക്തന്മാർ എന്ന് പറയുന്ന കുറച്ച് ഊളകളുണ്ട്. അവരെ പറ്റിച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോകാമായിരുന്നു. പക്ഷെ ഇപ്പോഴും അവർക്ക് സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരാണ് എടുത്ത് പൊക്കിയത് അവർ തന്നെ എടുത്തിട്ട് വലിച്ച് താഴെ ഇടുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നല്ല രീതിയിൽ, അതായത് ഇവരെ ഇപ്പോൾ പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ, ഞാനിപ്പോഴും 2 ദിവസം മുമ്പ് കണ്ട ഒരു പോസ്റ്റ്, അതായത് ഇവർ പറയുന്ന ടീച്ചർ എന്ന് പറയുന്നില്ല, എനിക്ക് ആ സ്ത്രീനെ ടീച്ചർ ഒന്നും വിളിക്കാൻ തോന്നാറില്ല. അതായത് വർഗീയ വിഷം ചീറ്റുന്ന ഒരു പാമ്പ്, അതുമാത്രമേ ഞാൻ അതിനെയൊക്കെ വിളിക്കാറുള്ളൂ. അപ്പം അങ്ങനെയുള്ള കുറേ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെതിരെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല സന്തോഷം തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അവർക്ക് തോന്നിയല്ലോ, അതായത് ഉഡായിപ്പുകാരെ എല്ലാവർക്കും തോന്നിയല്ലോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ള ഒരു മതത്തെ കുറ്റം പറഞ്ഞു വരുന്ന ഒരാളെ പോലും ഒരു മതവും പഠിപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഇവിടെയുള്ള കുറച്ച് പിന്നെ ബുദ്ധിയില്ലാത്ത കുറച്ച് ടീമുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ പിന്നെ ഈ ജസ്നയും അതുപോലെ തന്നെ രാമസിംഹനും ഇവനൊക്കെ ജീവിച്ചു പോകുന്നത് ഇവർക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പേ എന്ന് പറഞ്ഞാൽ ചവിട്ടി പുറത്തിടും. ഇപ്പോൾ രാമൻ എന്താണ് പറയുന്നതെന്ന് പറയും, രാമസിംഹം പറയുന്നത്, നമ്മുടെ സംവിധായകൻ പഴയ അലി അക്ബർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയെങ്കിലും ഞാനിപ്പോൾ പുറത്തു പോകാൻ പോവുകയാണ്, എനിക്ക് കഴിയില്ല യുവമാരുടെ അടുത്ത് ആട്ടും തുപ്പ് കേൾക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഇവരിങ്ങനെയാണ്. എന്താണെന്ന് വെച്ചാൽ ആദ്യം എടുത്ത് തലയിൽ വെക്കും, പിന്നെ ഇവർക്ക് മതിയായി കഴിഞ്ഞാൽ ഇവരെടുത്ത് വലിച്ച് താഴിടുകയും ചെയ്യും. അതാണ് ഇവിടെ ഈ ഒരു സഹോദരിക്ക്, അതായത് ഇതിന് സഹോദരി എന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം അത്രത്തോളം വർഗീയ വിഷമാണ് ഈ ജസ്നയും ചീറ്റുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിലും സഹോദരിയായിരുന്നു അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അത്രയും ഇത് ചെയ്തിട്ടാണ് എൻ്റെ ഇവിടെ നിൽക്കുന്നത്, ഒരു മാങ്ങാത്തൊലിയില്ല. അതായത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇവർ പള്ളിയിൽ പോകുന്നുണ്ടെങ്കിൽ ഇവർക്ക് വേണമെങ്കിൽ പോയാൽ മതി, അല്ലാതെ ഇവരെ ആരെങ്കിലും നിർബന്ധിക്കുന്നുണ്ട. പക്ഷേ ഈ തട്ടോട്ടിട്ട് എന്ന് പറഞ്ഞ് കോപ്രായം കാണിക്കുമ്പോഴാണ് എല്ലാവർക്കും ദേഷ്യം വരുന്നത്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഏതായാലും എന്ന് പറഞ്ഞാൽ ഈ ഒരു കരച്ചിൽ കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു സുഖമുണ്ട്. ഞങ്ങൾക്ക് എന്താണ് ദാസ ഇത് മുന്നേ തോന്നാത്തത് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ഈ ന്യൂസ് 18 എന്ന് പറയുന്ന ചാനലിലാണ് ഈ ഒരു വീഡിയോസ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ മുഴുവൻ കാണാവുന്നതാണ്. ഞാൻ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ഇവിടെ വെച്ചത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ന്യൂസ് 18 ചാനൽ പോലെയുള്ള ഒരു സംഗീത ചാനൽ, അവരാണ് ഈ ഒരു പിന്നെ ജസ്ന എങ്ങനെയുള്ള ആളായിരുന്നു, ആരായിരുന്നു ജസ്ന എന്നൊക്കെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നതും അവർ തന്നെയാണ്. അല്ലാതെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഒന്നും പോയിട്ടൊന്നുമല്ല ഇതൊന്നും കണ്ടുപിടിച്ച് വന്നത്. ഇവർ തന്നെ ഇതിൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കുത്തുള്ള കുറച്ച് ആൾക്കാരുണ്ട്, അവരാണ് ഇതൊക്കെ കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ പിടിച്ച് വൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. ഇതിലും വലുതാണ് ഇനി വരാനുള്ളത്. നന്ദി, നമസ്കാരം.